ഇന്ത്യൻ അതിർത്തിയിൽ വെടിനിർത്തലിന് ശ്രമിച്ചത് ഞങ്ങളാണ്, എൻ്റെ വ്യക്തിപരമായ വിജയമാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം, ട്രംപിനും തട്ടണം ക്രെഡിറ്റ്. അതാണോ സംഭവിച്ചത്? അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലോകത്ത് ഇന്ന് നടക്കുന്ന സംഘർഷങ്ങളിൽ അമേരിക്ക ഇടപെടാറുണ്ട്. അത് സത്യമാണ്. നേരിട്ടും അല്ലാതെയും അവർ ഇടപെടാറുണ്ട്. അത് വഷളാക്കുന്നതിലും അവസാനിപ്പിക്കുന്നതിലും അവർക്ക് ക്രെഡിറ്റും പോകാം. അവർക്ക് വഷളാക്കണമെന്ന് ചോദിച്ചാൽ വഷളാക്കാൻ പറ്റും, അവർക്കത് അവസാനിപ്പിക്കണമെന്ന് ചോദിച്ചാൽ അവസാനിപ്പിക്കാൻ പറ്റും. ലാസ്റ്റ് വേർഡ് ഇൻ്റർനാഷണൽ വിഷയങ്ങൾ ഇപ്പോഴും അമേരിക്ക തന്നെയാണ്. അതൊരു പക്ഷേ അത്ര ഏശാത്ത ഒരു രാജ്യം, ഒന്ന് റഷ്യ, വേറെ ഒന്ന് ചൈന. ഈ രണ്ട് ഏതാണ്ട് ഇൻഡിപെൻഡൻ്റാണ്. പിന്നെ ഇറാനിൽ മുമ്പ് ഏഷ്യയില്ലായിരുന്നു, പക്ഷേ ഇറാൻ ഇപ്പം ഏതാണ്ട് കീഴ്പ്പെട്ട വഴിയാണ്. പിന്നെ നോർത്ത് കൊറിയ പിന്നെ വേറൊരു റോക്ക് സ്റ്റേറ്റാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക, ഈ വരട്ട് തത്വം കൊണ്ടുവച്ച് നശിച്ചിട്ട്. ക്യൂബയിൽ ഉപ്പേൽക്കും. ഇന്ത്യ പണ്ടേ എടുത്ത സമയം ഇന്ത്യ പൂർണ്ണമായിട്ട് അമേരിക്കനെ നിരാകരിച്ചിട്ടില്ല, എന്നാൽ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യ പോയി എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് എന്താണോ ഗുണകരം, ഇന്ത്യക്ക് ഗുണകരമായ സ്റ്റാൻഡ് വെച്ച് അമേരിക്ക വന്നു കഴിഞ്ഞാൽ അമേരിക്കയല്ലേ വന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ചില ആളുകളുണ്ട്, RSSകാർ പറയാണ് ഇപ്പം പകലാന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ രാത്രിയാണ്. അങ്ങനെ ഇന്ത്യ എടുക്കാറില്ല. ഇന്ത്യക്ക് ഗുണകരമാകുകയാണെങ്കിൽ ഇന്ത്യ അതിന് സപ്പോർട്ട്. നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ടേ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ്. അപ്പോൾ നെഹ്റു ഭയങ്കര ഇസ്രായേലി വിരോധി എന്ന് പറയും. ചൈന കമ്മ്യൂണിസ്റ്റ് ഇസ്രായേലിനോട് പോയിട്ട് ആയുധം ചോദിച്ചത് നെഹ്റു അല്ലേ. ഇന്ദിരാഗാന്ധി അങ്ങനെ അമേരിക്കൻ വിരോധിയായിരുന്നു, പക്ഷേ വേൾഡ് ബാങ്കിൽ നിന്ന് ആദ്യമായിട്ട് കടമെടുത്തത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് അതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇപ്പം ഭരിക്കുന്ന BJPയുടെ താത്വിക ആചാര്യ RSSൻ്റെ സ്റ്റാൻഡും അത് തന്നെയാണ്. സവർക്കറിൻ്റെ പിന്നെ വിചാരധാരയെ കൂടെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ക്ഷമിക്കണം, വിചാരധാര സവർക്കറിൻ്റെ അല്ല, സവർക്കല്ല, ഗുരുജി ഗോൾവൽക്കർ. അപ്പം അതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് സത്യമാണ്. അമേരിക്ക എങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് രീതിയിൽ ഇടപെടൽ കാണുന്നുണ്ട്. ഒന്ന്, ഈ വിഷയം ഒന്ന് ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു. അവർക്ക് പലതും ടെസ്റ്റ് ചെയ്യാനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്നുള്ളതും അമേരിക്കയുടെ ആവശ്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ടൊരു ഇന്ത്യ എന്ന ഹ്യൂജ് വിപണിയുണ്ട്. ഈ ഹ്യൂജ് വിപണി ഭാവിയിൽ അവർ ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലക്ഷ്യം വെക്കുന്നൊരു വിപണിയാണ്. എന്നാൽ ഈ വിപണി അവർക്ക് ഓപ്പൺ അല്ല പൂർണ്ണമായിട്ടും. അത് ഇന്ത്യൻ വ്യവസായത്തെ സംരക്ഷിച്ചുകൊണ്ട്. അപ്പോൾ വാൾ സ്ട്രീറ്റ് അല്ല, മറ്റേ ഇവരുണ്ടല്ലോ, മറ്റേ സാധനം എന്താണ്, വാൾമാർട്ട്. അപ്പം വാൾമാർട്ടിന് ഇന്ത്യയിലെ ഓപ്പണിങ് കിട്ടുന്നില്ല അവരാഗ്രഹിച്ച പോലെ. അപ്പം അടുത്ത കാലമാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് തീരുവ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ടാവുന്നത്, കുറച്ചിട്ട്. അപ്പം ഇതിനും ആൽമണ്ടിന് തീരുവ കുറച്ച് കൊടുത്ത അടുത്ത കാലത്താണ്. ആൽമണ്ട് അവരുടെ പ്രധാനപ്പെട്ട രാജീവ് ഗാന്ധിനോട് പണ്ട് റൈഗണ മറ്റേ ചോദിച്ചാണ്, ഇതെന്താണ് ഞങ്ങളെ ഫാർമേഴ്സിന് ടാക്സ് കുറച്ചുകൊണ്ട്, അല്ല ടാക്സ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ പറ്റുക. രാജീവ് ഗാന്ധി ചിരിച്ചു എന്നാണ് പറയുന്നത്. രാജീവ് ഗാന്ധി ഇരുപത്തോടെ ഭയങ്കര ഐക്കണായിരുന്നല്ലോ ആദ്യ കാലഘട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും ഏൻഷ്യൻ്റ് നാഷനും ഏറ്റവും യങ് സ്റ്റേറ്റുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്, വളരെ ഫേമസ് ആണ്. അപ്പം ഈ യുദ്ധം ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ വിപണി ഇല്ലാതാക്കും. രണ്ട്, പാകിസ്ഥാൻ എന്നുള്ളത് അവർക്ക് സ്ട്രാറ്റജിക് അസറ്റാണ്. പാകിസ്ഥാൻ എത്തിയിരുന്നില്ലാതെ എന്നാൽ അവരതിൽ ആണവായതുകൊണ്ട് അവരുടെ അടുത്ത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ തിരിച്ചുപയോഗിക്കും. അതോടുകൂടി പാകിസ്ഥാൻ എന്നുള്ള രാജ്യമല്ലാതാവും എന്നുള്ളത്. പിന്നെ ഇന്ത്യൻ വിപണി ഒരു വശമാവും. ഇന്ത്യൻ വിപണി ആവുമെന്ന് മാത്രമല്ല, അത് ഇന്ത്യക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇന്ത്യ നെഗറ്റീവായി ബാധിക്കുന്നത് ഇവിടെ പട്ടാളക്കാർ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും, ഉപരോധങ്ങൾ വരും. ടെക്നോളജി, നമ്മളെ പല എക്യുപ്മെൻസിന് ആവശ്യമുള്ള പല സാധനങ്ങളും നമ്മൾ പുറം രാജ്യങ്ങളിൽ മേടിക്കുന്നുണ്ട്. ഇപ്പം ഇൻ്റർനാഷണൽ ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യം പൂർണ്ണമായി എല്ലാം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ലോക്കീഡ് മാർട്ടിൻ ആണെങ്കിലും പിന്നെ ചൈനക്കാരാണെങ്കിലും എല്ലാം തന്നെ പലതരത്തിലുള്ള സ്പെയർ പാർട്സ് പരസ്പരം, അതാണ് ലാഭം. പല സ്ഥലത്തു നിന്നും പ്രൊക്യൂർ ചെയ്യുക. ഇപ്പോൾ ഈ ഉപരോധങ്ങൾ വന്നു കഴിഞ്ഞുള്ള പ്രശ്നം വെച്ചാൽ അങ്ങനെ പ്രൊക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ കുറേ കാലം നടക്കണം. ഈ പറയുന്ന സോവിയറ്റ് റഷ്യ പോയപ്പോൾ മറ്റേ ക്രയോജനിക സാങ്കേതിക വിദ്യ വിട്ടുപോയതുപോലെ, അന്ന് ആ സോവിയറ്റ് റഷ്യ എന്ന് കഴിഞ്ഞാൽ ടെക്നോളജി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തീർക്കാവുന്ന പരിപാടിയുണ്ട്, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തീർക്കാവുന്ന പരിപാടിയില്ലേ. പിന്നെ നമ്മൾ 10 വർഷത്തോളം നമ്മൾ അതിൻ്റെ പിന്നാലെ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല താല്പര്യം, ഇപ്പോൾ നമ്മുടെ താല്പര്യമുണ്ട്, അവരുടെ താല്പര്യമുണ്ട്, പാകിസ്ഥാൻ്റെയും താല്പര്യമുണ്ട്. പാകിസ്ഥാനിൽ ചാവാനൊന്നും ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ മുനീറിൻ്റെ കുടുംബത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ ഇംഗ്ലണ്ടിലേക്ക് കടത്താൻ പറ്റും, ബാക്കിയുള്ളവർ അവിടെ കിടക്കുകയല്ലേ, കസിൻസൊക്കെ അവിടെ കിടക്കുകയല്ലേ. അപ്പോൾ അവരും ആ രീതിയിലുള്ള കാറ്റാസ്ട്രോഫി അവർ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ആകപ്പാടെ നമ്മൾ നോക്കേണ്ടത്, അപ്പം സ്വാഭാവികമായിട്ടും അമേരിക്ക സംസാരിച്ചിട്ടുണ്ട്, അത് സത്യമാണ്.
പിന്നെ അമേരിക്കേൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വേറൊരു കാര്യമുണ്ട് ഈ പറയുന്ന പാകിസ്ഥാൻ. അന്നലെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പൈസ എവിടെ നിന്നും കിട്ടുന്നില്ല. ലോക ബാങ്ക് ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാക്കണം. രണ്ട്, അമേരിക്ക ആണെങ്കിൽ അമേരിക്കയ്ക്ക് ക്യാഷ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അമേരിക്ക കൊടുക്കണമുണ്ട്, പക്ഷേ അമേരിക്കൻ സെൻട്രൽ സിൻഡിക്കേറ്റ് എല്ലാം കൂടി പ്രശ്നം ഉണ്ടായിക്കളയും. സെൻറ്ററിന് മറ്റേതിൻ്റെ കോൺഗ്രസ് സിൻഡിക്കേറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലാണല്ലോ, ഇവർ പ്രശ്നം ഉണ്ടായിക്കളയും. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്കൊരു കാരണം വേണം. അവിടെ ഒരു ന്യൂക്ലിയർ വാറിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അഷ്യൂറൻസ് കൊടുത്തുകൊണ്ടാണ് അവരത് പിന്മാറിയത്, അതുകൊണ്ടാണ് ഇന്ത്യയും യുദ്ധം നിർത്തിയത് എന്ന് അവർക്ക് അവിടെ ധരിപ്പിക്കണം. ഇതെല്ലാം കൂടി ഇതൊക്കെ ഇന്റർനാഷണൽ നടക്കുന്ന കളി, ഇതൊന്നും ആരും പുറത്തൊന്നും പറയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദീപസ്തംഭം മഹാശ്ചര്യം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് ഈ ഒരു വിഷയത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിൽ ഫൈനലി എന്താണെന്ന് നോക്കിയാൽ, ഇന്ത്യയുടെ സൈഡിൽ നിന്ന് നോക്കിയാന്ന് വെച്ചാൽ, ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം പ്രഖ്യാപിച്ചില്ല. ഇന്ത്യ ഇങ്ങോട്ടൊന്ന് കളിച്ചു, അങ്ങോട്ടൊന്ന് കൊടുത്തു, ഇങ്ങോട്ട് കളിച്ചു, പിന്നെയും കൊടുത്തു. ഇതാണ് നമ്മളെ കാര്യം. നമ്മൾ യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. പിന്നെ ഇവിടെയുള്ള കുറേ ചാനലുകാരും യൂട്യൂബ് ചാനലുകാരും യുദ്ധം നടത്തിയെന്നല്ലാതെ ഇന്ത്യ യുദ്ധം നടത്തിയിട്ടില്ല. ഈ ചാനലുകാരും യൂട്യൂബ് ചാനൽ വളരെ കൗശലപൂർവ്വം കൊടുക്കേണ്ടത് കൊടുത്തു. പാലാരി വട്ടത്ത് ബോംബ് വീഴാത്ത കാലത്തോളം ചാനലുകാർക്ക് യുദ്ധം നടത്താം. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. അപ്പം അതേ നടന്നിട്ടുള്ളൂ. അപ്പം ആ രീതിയിലാണ് നമ്മൾ പോയി. നമുക്കിതൊരു എസ്കലേറ്റ് ചെയ്യണം താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൽ എസ്കലേറ്റ് ചെയ്താൽ നമ്മൾ പിന്നോട്ടടി, നമുക്കേ നഷ്ടമില്ല. അമാരെ നശിച്ച് അതാണക്കല്ല എടുത്തിരിക്കുക. ആ രാജ്യം ഇന്നല്ലെങ്കിൽ നാളെ പല കഷ്ണമായി പോകുന്ന രാജ്യമാണ്. കാരണം അവിടെ സിയാ സുന്നി പ്രശ്നമുണ്ട്, പ്രാദേശിക വിഷയങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് വലിയ വിഷയങ്ങൾ കിടക്കുകയാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്, പാകിസ്ഥാൻ ഇന്നത്തെ രീതിക്കാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. കാരണം ഇന്ന് നമുക്ക് ഒരാളോടെങ്കിലും പാകിസ്ഥാൻ സംസാരിക്കേണ്ടത് അത് മിലിറ്ററിയാണ്. പല കഷ്ണമായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഈ ഭീകരവാദികളായിരിക്കും. പിന്നെ നമ്മൾ ഈ പറയുന്ന പണ്ട് ഇന്ത്യനെ പറ്റിയും ചൈനയെ പറ്റിയും യൂറോപ്യൻ ബിസിനസ്സുകാർ പറയുന്നൊരു കാര്യമുണ്ട്, ചൈനയിൽ ഒരു സ്ഥലത്ത് പൈസ കൊടുത്താൽ മതി കാര്യം നടക്കും. ഇന്ത്യയിൽ നിങ്ങൾ ഓരോ സ്റ്റേറ്റിലും ഓരോ ജില്ലയിലും ഓരോരോ നിയോജകമണ്ഡലത്തിലും കാശ് കൊടുക്കണം. അത് സത്യമായിരുന്നു കേട്ടോ. 50 ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പോഴാണൊന്ന് കുറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ചൈനയിൽ പണ്ട് ഇഷ്ടംപോലെ ബിസിനസ് നമുക്ക് കിട്ടേണ്ടതാണ്. നമ്മൾ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ കണ്ടിരുന്ന മൊത്തം പൈസ ഇടാം. സുഖറാമിനെ പറ്റിയൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കേട്ട് നോക്കിയാൽ മതി. രാജീവ് പറഞ്ഞിട്ടുണ്ട്, രാജീവ് രാഷ്ട്രീയത്തിൽ വരാൻ തന്നെ കാരണം അപ്പം അങ്ങനെയാണ് റാവു സർക്കാരിലെ. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കാട്ടും നല്ലത് ഇപ്പോഴുള്ള പാകിസ്ഥാനാണ്. കാരണം ഒരു ഘട്ടം വന്നതിന് സംസാരിക്കാൻ ഒരുത്തരെങ്കിലും ഇപ്പോൾ അവിടെ ഉണ്ട്. അവരെ കൺട്രോൾ ചെയ്യുന്ന ഒന്നേ ഉള്ളൂ അവിടെ, അത് അവരാണ്. പിന്നെ ISI ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. ISIനെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്. ഇതല്ലാതെ പോയി കഴിഞ്ഞാൽ പല കഷ്ണങ്ങളായി കഴിഞ്ഞാൽ ഇന്ത്യൻ അമേരിക്കനെ പോലും കൺട്രോൾ എടുക്കാത്ത സാധനം വരും. ലോക്കൽ സാധനങ്ങൾ വരും, ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും വരും. ഇതിനെ അമേരിക്ക പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള പറ്റിയ ടെറൈനുമാണത്. അപ്പോൾ അതുകൊണ്ട് ഇത് ബേസിക്കലി ഇന്ത്യ യുദ്ധം ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് ഫാക്ടർ. ഇന്ത്യൻ്റെ മേലെ അവർ ആക്രമണം നടത്തി, ഇന്ത്യ തിരിച്ചു കൊടുത്തു. പിന്നെ അവർ വിളിച്ചിട്ട് അപ്പം സ്വാഭാവികം ന്യൂക്ലിയർ വാറിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നില്ല. ന്യൂക്ലിയർ വാർ ലോകത്ത് ആരും ആഗ്രഹിക്കാതെ പിടിവിട്ടു പോകും. അപ്പോൾ അവർ സംസാരിച്ച സമയത്ത് ഇവർ വന്നിട്ടുണ്ടാവും, പിന്നെ മോഡിനെ വിളിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ശരിയായിരിക്കും. അപ്പോൾ പക്ഷേ ഇപ്പോഴും ഈ സീസ് ഫയർ നിൽക്കുന്നത്, ഇന്നത്തെ ചർച്ചകൾ വളരെ പ്രസക്തമാണ്. ഇന്ത്യ കണ്ടീഷൻസ് പറയും, അതിൻ്റെ അടിസ്ഥാനത്തിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്കാണ് ഇതിൻ്റെ അപ്പർ ഹാൻഡ്. പിന്നെ അത് ഒരു പ്രശ്നം, ഞാനും നിങ്ങളൊരു തല്ലുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ പിടിച്ചു വരി നമ്മളൊക്കെ ഈഗോ ഹർട്ടാവും. അപ്പോൾ ആ ഈഗോ ഹർട്ടാൻ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ നല്ല ഈഗോ ഉള്ള അഡ്മിനിസ്ട്രേഷനാണ്. പാകിസ്ഥാൻ്റെ പട്ടാളം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തെണ്ടി നാറി മുനീറിനൊക്കെ ഒടുക്കത്തെ ഈഗോ ആണ്. അങ്ങനെ മോന്ത കണ്ടാലറിയാം. ഇതിനു മുമ്പ് എനിക്കിങ്ങനെ തോന്നിയ ഒരാൾ സിയാവുലൊക്കെയാണ്. ഇവനെ മോന്ത കണ്ടാൽ മെഗലമാനിയൊക്കെ. അപ്പോൾ ഈഗോ ഉള്ള ആൾ, ഇപ്പോൾ ഈഗോ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? ഈഗോ ഉള്ള ആളുകൾ ആരെങ്കിലും ഒരാൾ, അവർക്ക് രണ്ടുപേർക്ക് സ്വീകാര്യം ഒരാളെ ഒരു രണ്ട് പിള്ളേരെ അടിവിടുമ്പോൾ മാഷ് കൊണ്ട് നമ്മളെ പാലക്ക നേരെ സിനിമയിലൊക്കെ ഒരു മാഷ് ഉണ്ടാവുമല്ലോ. ഈ മാഷ് രണ്ട് കൂട്ടർക്കും സ്വീകാര്യനായിരിക്കും, രണ്ട് ഗുണ്ടകൾക്കും പണ്ട് സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ വന്ന് പിടിച്ചു മാറ്റിയ ഒരു കാര്യം. അപ്പോൾ ഇന്ത്യ പറഞ്ഞൊരു കാര്യം, നമുക്ക് പ്രശ്നമൊന്നുമില്ല, അവർ പണി നിർത്തണം. അവർ പണിച്ചാൽ നമ്മൾ തിരിച്ചു പണിയും. രണ്ട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും, നമുക്ക് യുദ്ധത്തിന് പോകണം. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അതിൽ ട്രംപ് വിചാരിച്ചുകൊണ്ട് നടന്നതിൽ കാര്യമൊന്നുമില്ല. ഇന്ത്യ വിചാരിക്കാതെ ഇരുന്നാൽ കാര്യം നടക്കില്ല. അതാണ്. പിന്നെ ഇന്നത്തെ ലോകം ഇൻ്റഗ്രേറ്റഡ് ആണ്. അമേരിക്കയ്ക്ക് പല സ്ഥലത്തും ബോംബിടണമെന്ന്. ഇസ്രായേലിന് ആ പലസ്തീൻ മേഖലയിലെ മുസ്ലിങ്ങളെ മൊത്തം കൊന്നെടുക്കണമെന്നുണ്ട്. നടക്കൂ. അതുപോലെ തന്നെ ഹമാസിന് അവിടെ ഇസ്രായേലിനെ ഭൂമുഖത്ത് തുടച്ചു മാറ്റണമെന്നുണ്ട്. നടക്കൂ. അറബ് രാജ്യങ്ങൾക്കുണ്ട്. നടക്കൂ. ഇല്ല. ഈ ലോകം ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട്
ഒരു സംഘർഷം നടക്കുമ്പം പിന്നെ പല രാജ്യങ്ങളും അവർക്ക് അവിടെ സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അവരിടപെടും, അത് സ്വാഭാവികമാണ്. ഫൈനലി ആര് പറഞ്ഞെടുത്ത് കാര്യം നിന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമുക്ക് സോഫ കിട്ടിയ ഇൻഫർമേഷൻ ആശ്രയിച്ചിട്ട് ഇന്ത്യ പറഞ്ഞെടുത്ത് കാര്യം നിന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.